കാലിക്കറ്റ് സർവകലാശാലയുടെയും വൈസ് ചാൻസലറായ ബഹുമാനായ കേരള പ്രിയങ്കരനായ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ, യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ബഹുമാനായ ഡോക്ടർ എ ജയകൃഷ്ണൻ, കേന്ദ്ര സർവകലാശാല മുൻ VC, അദ്ദേഹം VC സ്ഥാനം ഒഴിഞ്ഞു കേരളത്തിൻ്റെ പൊതുരംഗത്തേക്ക് വീണ്ടും ചാനലുകളിലൂടെ വന്നത് നന്നായി കരുതുന്നു. ഞാൻ ഇനിങ്ങാം രാത്രിയിൽ 1 മണി സമയത്ത് യാത്ര കഴിഞ്ഞെത്തിയപ്പോൾ ഏഷ്യാനെറ്റിക്ക് തുറന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു. ഞാനിങ്ങനെ ആലോചിച്ചു പോയി. ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ ചോദിച്ചിട്ട് ബഹുജന സമാജ്വാദി പാർട്ടിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷയെക്കുറിച്ച്, അവരുടെ നിലപാടുകളെക്കുറിച്ച്, ആ രാഷ്ട്രീയത്തിൽ വർത്തമാന ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ തലവനുള്ള പങ്ക്, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ ഞാനിങ്ങനെ ആലോചിച്ചു. ഞാനും പണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്. എനിക്ക് പെട്ടെന്ന് അതിന് ഉത്തരം പറയാൻ സാധിക്കുമായിരുന്നു. അതിസമർത്ഥമായി അദ്ദേഹം പറഞ്ഞ ഒരു തിയറി, വാസ്തവത്തിൽ ആ തിയറി എൻ്റെ മനസ്സിൽ രാഷ്ട്രീയ വിദ്യാർത്ഥിയായി എനിക്ക് കിട്ടിയ വലിയൊരു നിധി പോലെ ഞാൻ കരുതി. അങ്ങനെയുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ ജി ഗോപകുമാർ ഇവിടെ സ്വാഗത പ്രഭാഷണം നടത്തിയ കേരള പ്രിയങ്കരനായ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, കവിത, വാസ്തവത്തിൽ ആ കവിത മാത്രം മതി സാറിനെ, ഉണ്ണികൃഷ്ണ സാറിന് അപരിചിതനായ ഒരാളിന് ഈ കവിത മാത്രം കൊടുത്താൽ മതി അദ്ദേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇത്രയും വിജയിച്ച ഒരു കവിത അവതരിപ്പിച്ച NS സുമേഷ് കൃഷ്ണൻ ഇന്നത്തെ ഈ ചടങ്ങിലെ മുഖ്യ അതിഥിയായി നമ്മുടെ ഉണ്ണികൃഷ്ണ സാർ, മറ്റു വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളിൽ സഹോദരന്മാർ, വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ളത്. വൈസ് ചാൻസലർമാർ, ആ മേഖലയോട് ബന്ധപ്പെട്ട ഏറ്റവും ക്രീം അവരെല്ലാം ഒന്നിച്ചു കൂടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ മൊത്തം പരിപാടികൾ ഞാൻ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു അധ്യാപക രംഗത്തുനിന്ന് ഒരാൾ അടുത്തും പറ്റി പോകുന്ന അവസരത്തിൽ ഇത്രയും ശിഷ്യന്മാരും റിസർച്ച് സ്കോളേഴ്സ് ആയിട്ട് പിന്നീട് PhD കാരൊക്കെ ആക്കി തരുന്ന ആൾക്കാർ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പരിപാടി ഫുൾ ഡേ മറ്റാർക്കെങ്കിലും അറേഞ്ച് ചെയ്തിട്ടുള്ളൂ എന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ തുടങ്ങി ആ കർമ്മവിശുദ്ധി അദ്ദേഹത്തിൻ്റെ ഏറ്റെടുത്ത മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ വിജയമെന്ന് പറഞ്ഞത്, നേരത്തെ നമ്മുടെ വൈസ് ചാൻസലർ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ സെനറ്റ് യോഗം, ഞാനും കേരള യൂണിവേഴ്സിറ്റി, കോഴിക്കോട് യൂണിവേഴ്സിറ്റി 3 തവണ രജിസ്ട്രേഡ് ഗ്രാജുവേറ്റ്സ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ സെനറ്റ് മെമ്പറായിരുന്ന ആളാണ്. സെനറ്റിലൊക്കെ ഒന്ന് 1 മിനിറ്റ് പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല. കാരണം മുമ്പ് നമ്മളെ അടിച്ചിരുത്തും. അതാണ് കാര്യം. ഇവിടുത്തെ കേരളം എനിക്കറിയില്ല. അങ്ങനെയുള്ള ആ മേഖലയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗവും അതുവഴി ഉണ്ടായ മാറ്റവും, ചട്ടമ്പി സ്വാമികളുടെ പേരിൽ കേരള സർവകലാശാല അത്തരത്തിലൊരു 10 ലക്ഷം രൂപ ഉടൻ തന്നെ അനുവദിച്ചു എന്നാണ് വൈസ് ചാൻസലർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ മാസ്മര ശക്തി, ഈ ആളുകളെല്ലാം ഒത്തൊരുമിച്ച് ഒരു സർക്കസ് കൂടാരത്തിലെ പോലെയാണ് പലപ്പോഴും സെനറ്റ് യോഗവും സിൻഡിക്കേറ്റ് യോഗവും. അപ്പൊ അവിടെ അത്രയും ആളുകൾ മുഴുവൻ വിന്നോവർ ചെയ്യാൻ സാധിച്ച ഒരാളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രസംഗ രംഗത്തെ പാഠവത്തെ കുറിച്ച്, അതുപോലെ തന്നെ ശ്രീശൈലം ഇവിടെ പറഞ്ഞ വാക്കുകളെല്ലാം അതിൻ്റെയൊക്കെ അർത്ഥതലങ്ങൾ അങ്ങോട്ട് നേടിപ്പോകുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ എന്ന നിലയിലുള്ള, എഴുത്തുകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ പ്രകടമായി. അതിനൊക്കെ അപ്പുറത്ത് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ അദ്ദേഹവുമായി നേരിട്ടറിയാവുന്നവരെ, അനുഭവസ്ഥരാണ്. ഞങ്ങളുടെ ഈ നിയമത്തിൽ പറയാറുണ്ട്, കേട്ടറിവും കണ്ടറിവും. അതിൽ കണ്ടറിവെന്ന് പറയുന്നതാണ് തെളിവായിട്ട് വരുന്നത്. ഞാൻ ഇന്നാൾ പറഞ്ഞത് കേട്ടെന്ന് പറഞ്ഞ് കോടതിയിൽ തെളിവ് കൊടുത്താൽ അതിന് യാതൊരു വാല്യൂ ശരിക്കും പറഞ്ഞാൽ
ഇവിടെ ഉണ്ണികൃഷ്ണ സാറിനെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങളുള്ളവരാണ്. അക്കാദമിക് യോഗ്യതയേക്കാൾ പലപ്പോഴും അനുഭവജ്ഞാനമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നതെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരിയേറെ പോരായ്മകളാണ് കേരളത്തിൻ്റെതായിട്ടുള്ളത്. സാറ് ഞാൻ വൈസ് ചാൻസലർ പറഞ്ഞതിനെതിരായിട്ട് പറയില്ല. കേരളത്തിൻ്റെ അത്രയും പല മേഖലകളിലും പോരായ്മകളുള്ള മറ്റൊരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്തില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ സാധിക്കും. മറ്റേത് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിക്കോളൂ. വികസനത്തിന്റെ കാര്യം വരുമ്പോൾ, ഒരു പ്രതിഭയെ ആദരിക്കേണ്ട കാര്യം വരുമ്പോൾ, അവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ കുടിക്കൂറയുടെ നിറമോ അല്ലെങ്കിൽ സമുദായമോ അല്ലെങ്കിൽ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ട് സംസ്ഥാനങ്ങളെ ഗവർണറായിരുന്ന മറ്റ് സംസ്ഥാനങ്ങളെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചതെന്നുള്ളത്. ഇതൊരു പോരായ്മയാണ്. ആ പോരായ്മ നികത്താൻ നമുക്ക് സാധിക്കട്ടെ. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ പരിപാടി, വൈകുന്നേരം വരെയുള്ള പരിപാടി, ആ പരിപാടികളിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങളെല്ലാം ഒരു പോസിറ്റീവിസത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. പോസിറ്റീവിസം വേണോ നെഗറ്റീവിസം വേണോ? കേരളം അടിമുടി നെഗറ്റീവിസത്തിലേക്കാണ്. ഒരു വാർത്ത, പത്രങ്ങളൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ വാർത്തകളെല്ലാം ഓരോ ചാനൽ എടുത്ത് നോക്കിക്കോളൂ. വലിയ ഹീനമായ ക്രിമിനൽ കുറ്റങ്ങൾ അതിൻ്റെ എല്ലാ തലങ്ങളും അങ്ങനെ എക്സ്പോസ് ചെയ്യുകയാണ്. ചാനലുകളിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അട്രാക്ട് ചെയ്യപ്പെടുന്ന വിഷയം ഈ ക്രൈമിനോട് ബന്ധപ്പെട്ടതാണ്. അതിനെപ്പറ്റി ഒരു മനഃശാസ്ത്രപരമായ പഠനം നമ്മുടെ സാഹിത്യ രംഗത്തോ നമ്മുടെ അക്കാദമിക് രംഗത്തോ രാജനൈതിക രംഗത്തോ ഉണ്ടാകുന്നില്ല എന്ന് വേദനയോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തുണ്ടായിട്ടുള്ള ഏതൊരു ക്രിമിനൽ കുറ്റം ഉണ്ടായാൽ ആ ക്രിമിനൽ കുറ്റത്തെ സംബന്ധിച്ചിടത്തോളം ആ ക്രിമിനലിനെ പഠിക്കുന്നതിലൂടെയാണ് പുതിയ പുതിയ തിയറികൾ വരുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അദ്ദേഹം IMAയുടെ ശ്രദ്ധേയനായ നേതാവ്, എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളാണ്. മനഃശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി ഉരുത്തിരിഞ്ഞത് എവിടുന്നാണ്? നിങ്ങളിപ്പോൾ ഒരാളെ വിലയിരുത്തുമ്പോൾ ഇൻടാക്ട് 23 മണിക്കൂറും 59 മിനിറ്റും ഇൻടാക്ട് ഒരാളിനെ 1 മിനിറ്റിൽ സ്പർ ഓഫ് എ മൊമെന്റ് ഒരു മാറ്റം ഉണ്ടാകും. ഈ തിയറി ഉരുത്തിരിഞ്ഞു വന്നത് എങ്ങനെയാണ്? റോബർട്ട് കെന്നഡിയെ വെടിവെച്ച് കൊന്ന കുറ്റത്തിലെ കുറ്റവാളി 3 ദിവസം അകത്ത് അങ്ങനെ ചോദ്യം ചെയ്യലാണ്. ചോദ്യം ചെയ്ത് ഇവിടുത്തെ അടിയും പിടിയൊന്നുമല്ല, മനഃശാസ്ത്രപരമായിട്ട് ഇങ്ങനെയാണ്. അപ്പൊ ഇയാൾ എല്ലാം നോക്കുമ്പോൾ പക്കാ ജെന്റിൽമാൻ. ഹൗ ഹി ബിക്കം എ ക്രിമിനൽ? ഈ ക്രിമിനൽ കുറ്റം എന്തിനു ചെയ്യണം? അവസാനം അവരുടെ ഫോണിലൂടെ കാണിച്ചു പലസ്തീനിലെ ഇഷ്യൂവിനെ സംബന്ധിച്ച് 1 മിനിറ്റ് കാണിച്ചു. അപ്പം 23 മണിക്കൂറും 59 മിനിറ്റും ഇൻടാക്റ്റായി ഒരു ടീമിന്റെ മുമ്പിൽ, എക്സ്പെർട്ട് ടീമിന്റെ മുമ്പിൽ പറഞ്ഞ ആള് ആ പലസ്തീൻ ഇഷ്യൂവിൽ ടച്ച് ചെയ്തപ്പോൾ പെട്ടെന്ന് വയലന്റായി. സ്പേസ് മാറി, സ്വഭാവം മാറി, ചിന്തകൾ മാറി. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു എന്നൊരു തിയറിയാണ് ക്രിമിനോളജിയിലെ ഒരു പ്രധാനപ്പെട്ട തിയറിയായിട്ട് പല ആളുകളും എല്ലാം. വാസ്തവത്തിൽ അത് ഒരു അതിന്റെ വേര്, ആ ഒരു ക്രിമിനോളജിയുടെ വേരതാണ്. നമ്മളിത് എല്ലാ ജീവിതത്തിലും ഇല്ലേ? നിങ്ങൾ ക്രിമിനലിനെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ചിത്രം വെച്ചിട്ട് കോടതിയിൽ മഹാത്മാഗാന്ധി എന്താ പറഞ്ഞത്? നിങ്ങൾ ആ കുറ്റത്തെ വെറുക്കൂ, കുറ്റവാളിയെ കഴിയുമെങ്കിൽ പരിഷ്കരിക്കാൻ പറഞ്ഞതാണ് ഗാന്ധിജി. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാം ഇവിടെ എന്താ കേരളത്തിൽ ഏതെങ്കിലും ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിലൂടെ അറസ്റ്റ് ചെയ്യണം. വെസ്റ്റേൺ കൺട്രി, പടിഞ്ഞാറൻ രാജ്യങ്ങളിലുള്ള എല്ലാം തെളിവുകളെല്ലാം ശേഖരിച്ച് ആ ആളതാണെന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് അറസ്റ്റ് നടത്തുക. അറസ്റ്റ് ലാസ്റ്റാണ്. ഇവിടെ അറസ്റ്റാണ് ആദ്യം. സംശയം വന്നാൽ പിടിച്ചു. അതോടെ അവന്റെ കഥ കഴിഞ്ഞു. ഞാനൊരു പല കാര്യങ്ങളും ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിക്കാറില്ലെങ്കിൽ പഠിക്കാറില്ലെങ്കിൽ ഞാൻ വളരെയധികം പഠിച്ച് നോട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ള ഒരാളാണ്. പല പുസ്തകങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട്. നബിനാരായണന്റെ കാര്യത്തിൽ വിട്ടു ഫയൽ ചെയ്തതും ഇന്ത്യൻ പ്രധാനമന്ത്രി, അന്ന് അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു, ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുത്ത്
അപ്പൊ നമ്മളിത് എന്തുകൊണ്ടാണ്? ഇതെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി, നമ്മുടെ മലയാളികളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി കണ്ണീരൊടുക്കുന്നവരാണ്, അല്ലെ അദ്ദേഹം അനുഭവിച്ച യാതനകളെ പറ്റിയാണ്. പക്ഷെ ഒരു കുറ്റവാളിയാകുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എന്താ? ഇതൊക്കെ വേണ്ട ഒരു സംസ്കൃതയുടെ സമൂഹമല്ലേ നമ്മുടേത് ആയി മാറേണ്ടത്. പക്ഷെ നമുക്കത് കഴിയുന്നുണ്ടോ? അവിടെയാണ് ഞാൻ ഉണ്ണികൃഷ്ണൻ സാറിനെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ വ്യക്താവല്ല, പ്രത്യയശാസ്ത്രപരമായും പരസ്യമായി പൊടിപിടിച്ച് അങ്ങനെ പോകുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. കേരളത്തിലെ അലിഖിതമായ നിയമം സാഹിത്യരംഗത്തായാലും എഴുത്തിന്റെ മേഖലയിലായാലും അക്കാദമിക് യൂണിവേഴ്സിറ്റികളിലായാലും എല്ലാം നിലനിൽക്കുകയാണ്. അതിനെ ഖണ്ഡിക്കാൻ മുന്നോട്ട് വരുന്നവൻ വ്യക്തിപരമായി എല്ലാവിധ ഹത്യകൾക്കും എല്ലാവിധ അപമാനങ്ങൾക്കും അവരെ ഇടയാക്കി തീരുന്നു, വാത്രീഭവിക്കുന്നു, അവരെ വലിച്ചെറിയപ്പെടുന്ന സാഹചര്യം, ഒരുപാട് ദുരന്തങ്ങൾക്ക് സാക്ഷിയായി മാറേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഞാൻ പഴയ രാഷ്ട്രീയക്കാരനാണല്ലോ. ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. അദ്ദേഹം എന്തുകൊണ്ട് കിട്ടട്ടെ, ഞാൻ എല്ലാ അംഗീകാരവും കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം സംതൃപ്തനാണ്. അദ്ദേഹത്തിന്റെ മകള് ഡോക്ടർ മഹിമ ഇവിടെ പറഞ്ഞു, അവരെല്ലാം നല്ല കുട്ടികളായി എല്ലാ തരത്തിലും എഴുത്തിന്റെ മേഖലയിൽ. പക്ഷെ ഇവിടെ നഷ്ടം വരുന്ന ആർക്കാണ്? ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. ഞാൻ ഗവർണറായ ശേഷം പുതിയ വിദ്യാഭ്യാസ പദ്ധതിയെ പറ്റിയൊക്കെയുള്ള ഓൾ ഇന്ത്യ ലെവൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എല്ലാം ഉള്ള ഒരു യോഗം അതിൻ്റെ ഇനിഷ്യലായിട്ട് വിളിച്ചുകൂട്ടിയ അവസരത്തിൽ ഞാൻ 2 പേരുകൾ പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടാകുമ്പോൾ മാനവരാശിക്ക് മുമ്പിൽ ഭാരതത്തിന്റെ സംഭാവന, ഗാന്ധിജിക്ക് മുമ്പ് ലോകം ശ്രദ്ധിച്ച ഏറ്റവും ശ്രദ്ധേയരായ 2 പേരായിരുന്നു. ഒന്ന് സ്വാമി വിവേകാനന്ദൻ, മറ്റൊന്ന് ടാഗോർ. വിദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിക്ക് മുമ്പ് ഈ 2 പേരെ സംബന്ധിച്ചിടത്തോളം മാനവരാശിക്ക് നമ്മുടെ ഭാരതം ഈ 2 ബംഗാളികളെ സംഭാവന ചെയ്തു, അവരെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഈ 2 പേരെ സംബന്ധിച്ചൊന്ന് പരിശോധിച്ചോളൂ. ടാഗോർ 1922 എൻ്റെ ഓർമ്മ. ഇവിടെ വന്നു, ശിവഗിരി പോയി, ശ്രീനാരായണ ഗുരുദേവനെ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് എന്താ? ഞാൻ ലോകമെമ്പാടും സഞ്ചരിച്ചിട്ടുണ്ട്, പ്രഗത്ഭരായ ആത്മീയ ചൈതന്യമുള്ള ആളുകളെ എല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും അദ്ദേഹത്തിന്റെ നയനങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് ഞാൻ കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായി, ഏറ്റവും വലിയ ആത്മീയ നേതൃനിരയിലെ ഏറ്റവും പ്രഗത്ഭനായ ആളായി അദ്ദേഹത്തെ കണ്ടുവെന്നാണ് ടാഗോർ ലോകത്തോട് പറഞ്ഞത്. നമ്മുടെ കരിക്കുലത്തിൽ എവിടെയെങ്കിലും ഇതുണ്ടോ? ഇപ്പോൾ വേണ്ടത്ര ചില ഒറ്റപ്പാടുണ്ടായപ്പോൾ ചിലത് വന്നു. ചിന്മുദ്ര സ്വാമി വിവേകാനന്ദനെ പഠിപ്പിച്ചതാണ്. സാറ് 3 വോള്യത്തിൽ അതെല്ലാം കൊണ്ട് എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നല്ലൊരു സാറാണ്. ഞാൻ ചോദിച്ചു, ഞാൻ കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് കണ്ടപ്പോൾ ചോദിച്ചു, എനിക്കൊരു കോപ്പി കിട്ടപ്പം കോപ്പി സോൾഡ് ഔട്ടാണ്. അത് ഇങ്ങനെ ഒരു പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ആ ചട്ടമ്പിസ്വാമികളുടെ ചിന്മുദ്ര പഠിച്ച ശേഷം അത് കൊച്ചിയിലെത്തിയ ശേഷം 2 പേരും, ചട്ടമ്പിസ്വാമികളും വിവേകാനന്ദ സ്വാമികളും 2 പേരും കൊച്ചി മഹാരാജാവിന്റെ ദിവാന്റെ ഗസ്റ്റായിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. അങ്ങോട്ട് പോയി ചട്ടമ്പിസ്വാമികളെ കണ്ടു, ചിന്മുദ്ര പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം തിരിച്ചിറങ്ങിയ അദ്ദേഹം ശ്രീരാമേശ്വര വംശരാണ് പരമമായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ ഞാൻ കണ്ട മഹാനായ ഒരാളായി ചിത്രീകരിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ മീറ്റിംഗിൽ പറഞ്ഞു ഇങ്ങനെ 18-ാം നൂറ്റാണ്ടോ 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടൊക്കെ 2-3 നൂറ്റാണ്ടുകള് ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും ശ്രദ്ധേയരായ ഭാരതീയരായി ലോകം അംഗീകരിച്ച 2 പേര്, ആ 2 പേർക്കും ആ 2 മഹത്തുക്കളെ സംബന്ധിച്ചും വിവേകാനന്ദനും ടാഗോറും 2 പേരും പറഞ്ഞത് ഇതാണ്. ഇതിനെപ്പറ്റി പഠിപ്പിക്കാൻ
അർഹിക്കുന്ന തരത്തിൽ, അപൂർവമായിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് സാധിച്ചോ മലയാളിക്ക്? നമ്മുടെ കുട്ടികളെ ഇത് പഠിപ്പിച്ചിട്ടാണോ ഇന്ന ഇന്ന ആൾക്കാരെ ഈ മഹത്തുക്കളെ ഈ നിലക്കാണ് എന്ന് പറഞ്ഞിട്ടാണോ? ചട്ടവിധാമികളെ സംബന്ധിച്ച് അടുത്ത് ചെന്ന് ചിന്മയ ശങ്കര കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാനുള്ള അപൂർവമായ ബഹുമതി എനിക്ക് ലഭിച്ചത്. ഞാൻ അതിനുവേണ്ടി നോക്കുമ്പോഴാണ് ചിന്മയാനന്ദ സ്വാമികൾ, ഞാനവിടെ പറഞ്ഞു ആദിശങ്കരൻ 8-ാം നൂറ്റാണ്ടിലാണ് എന്നാണ് പറയുന്നത്. 8-ാം നൂറ്റാണ്ടിലെ ആദിശങ്കരനും 20-ാം നൂറ്റാണ്ടിലെ ആദിശങ്കരനായ ചിന്മയാനന്ദ സ്വാമികളെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ എൻ്റെ പ്രസംഗം തുടങ്ങുന്നത്. ആ ചിന്മയാനന്ദ സ്വാമികൾ കുട്ടിയായിരിക്കുമ്പം ചട്ടമ്പി സ്വാമികൾ അവിടെ ചെല്ലും. കുട്ടിയെ ഇങ്ങനെ കിടത്തിയിട്ട് നെഞ്ചത്ത് കുട്ടിയെ വെച്ചിട്ട് സംസാരിക്കും. അപ്പൊ അമ്മ ചോദിക്കും, സാറിന്റെ പുസ്തകത്തിൽ ഉണ്ടാവും, ഞാൻ വായിക്കാത്തോണ്ട്. അപ്പൊ അമ്മ ചോദിച്ചു, എന്താ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇത്ര കുശലം പറയുന്നത് എന്താ? സ്വാമിജി പറഞ്ഞ വാക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതറിയാം. ആ ആശയത്തിന്റെ എന്താണ് ഞങ്ങൾ സംസാരിക്കുന്നത് രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. 2 വയസ്സുള്ള കുട്ടിയും, അതുകൊണ്ട് ഭാവിക്ക് വേണ്ടിയുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അമ്മയ്ക്കത് കുട്ടി പറയുന്നതല്ല, കേൾക്കാൻ മനസ്സിലാവില്ല. ഇത്തരത്തിലുള്ള അത്ഭുത സിദ്ധികളുള്ള അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ അവരാരും അവരുടെ ആശ്രമങ്ങളിലെല്ലാം ചടഞ്ഞിരിക്കുകയല്ലേ ചെയ്തത്. പക്ഷെ ഇതിനെ വഴികാട്ടിയാക്കി വിശ്വമാനവികതയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചോ? ഇവിടെ ഈ ഇദ്ദേഹത്തെ അറിയിക്കുന്ന തരത്തിൽ എഴുത്തിന്റെ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അത് എത്താതെ പോയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ സ്വകാര്യതക്കും മാത്രമല്ല, കേരളത്തിന്റെ ഒരു പ്രത്യേക രീതിയാണ്. ആ രീതിക്ക് അടിസ്ഥാനം ഇന്ന് ലോകം ഉപേക്ഷിച്ച ഒരു കാഴ്ചപ്പാടിന്റെ എഴുത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള കമ്മിറ്റ്മെന്റ്, എഴുത്തുകാരന്റെ കമ്മിറ്റ്മെന്റ് ആരോട്? അത് സത്യത്തോടാണ്, നീതിയോടാണ്, ജനങ്ങളോടാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ വർഗ സമര സിദ്ധാന്തത്തിലെ ഒരു വർഗത്തിനോടൊപ്പം നിങ്ങൾ നിൽക്കേണ്ടവരാണ്. ആ ചട്ടക്കൂടാണ് സാഹിത്യരംഗത്ത് കഴിഞ്ഞ 1 നൂറ്റാണ്ടായി നിലനിൽക്കുന്നതെന്ന് ഞാൻ ആരെയും കുറ്റപ്പെടുത്താതെ പഴിക്കാതെ പറയാൻ ആഗ്രഹിക്കുക. അങ്ങനെയാണ് എങ്ങനെ നിഷ്പക്ഷമായി എഴുതാൻ സാധിക്കുക? ഉണ്ണികൃഷ്ണ സാറിന്റെ അതിനകത്ത് വാക്കാവ് ഉപയോഗിക്കണമെന്നില്ല, അതിന്റെ അവഗണിച്ചുള്ളൂ ഞാൻ പറയുന്നില്ല, അത് അതിനപ്പുറത്തേക്ക് എത്തി. പക്ഷെ വേണ്ട പരിഗണന നൽകാൻ എന്തേ തയ്യാറാകാതെ പോയി? അത് സാഹിത്യരംഗത്ത് ഒരു ഉണ്ണികൃഷ്ണ സാർ മാത്രമല്ല, തങ്ങളുടേതായ ചിന്താധാരയിലൂടെ മുന്നോട്ട് പോകണം. ആശയത്തെ ഉൾക്കൊള്ളാനുള്ള സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അതിലൂടെ ഞങ്ങൾ എഴുതുന്നു പറയുമ്പോൾ 6000-ഓളം ലൈബ്രറികളിൽ ആ പുസ്തകം പോകുമോ? ഒരു എഴുത്തുകാരൻ എഴുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, അദ്ദേഹം എഴുത്തുകൊണ്ട് ജീവിക്കുന്ന ആളല്ല, മറ്റൊരാൾ എഴുത്തുകാരനാണ്, പൂർണ്ണമായും എഴുത്തുകാരനാണ്. നിലവിലുള്ള സംവിധാന പ്രകാരം മലയാളത്തിൽ എഴുതുന്ന പുസ്തകം ഒരു 10,000 കോപ്പിയെങ്കിലും വിറ്റഴിച്ചില്ലെങ്കിൽ അതുകൊണ്ട് വരുമാനം കിട്ടുമോ? പലരും എന്നോട് പറയാറുണ്ട്, ഞാൻ വേറൊന്നും പറയുന്നില്ല, പലരും എന്നോട് പറയാറുണ്ട്, ലൈബ്രറികളിൽ ഈ പുസ്തകങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ലൈബ്രറികളിലെ പുസ്തകങ്ങൾ എടുക്കുന്നതിന് ആരായി റെക്കമെൻഡ് ചെയ്യേണ്ടത്? MLA-മാർക്ക് ആരായി അവകാശം നൽകിയിട്ടുള്ളത്? ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം എഴുതാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തെ അടിയറ വെക്കണമെന്നാണ് പറയുന്നത്. ഇത് കേരളത്തിലല്ലാതെ എവിടെയുള്ളത്? കേന്ദ്ര സാഹിത്യ അക്കാദമി എലക്ടഡ് ബോഡിയായിട്ട് വരുന്നതാണ്. അതിന്റെ ഫണ്ട് മുഴുവൻ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. മാറ്റണ്ടേ? ഞാൻ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നില്ല. അഭിപ്രായം പറയാൻ പാടില്ലാത്തതാണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ എന്തേ അത്തരത്തിൽ ഉണ്ടായിരുന്ന സംവിധാനത്തെ നോമിനേഷനാക്കി മാറ്റി? ഒരുപാട് കാര്യങ്ങൾ ആരും അറിയാതെ പോവുകയാണ്. സാറ് വൈസ് ചാൻസലറായിട്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കാം, ഞാൻ 3 തവണ സെനറ്റിലേക്ക് രജിസ്ട്രേഡ് ഗ്രാജുവേറ്റ്സ് കോൺഫറൻസിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് വന്നയാളാണ്. 3-ാം തവണ എനിക്ക് ഫസ്റ്റ് റൗണ്ടിൽ വോട്ട് കിട്ടാതെ വന്നപ്പം CPI-യുടെ സിൻഡിക്കേറ്റ് മെമ്പറായ ആളിന്റെ
260 വോട്ടുകൾ എനിക്ക് സെക്കൻഡിൽ വന്നപ്പോഴാണ് ഞാൻ 3-ാം റൗണ്ടിൽ അവിടെ 3-ാമത്തെ തവണ 4 കൊല്ലം വീതമായിരുന്നു 12-ാമത്തെ കൊല്ലം 8 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉള്ള ഇലക്ഷൻ ജയിച്ചു. അത് കഴിഞ്ഞെല്ലാം കിട്ടും. നോമിനേഷൻ വന്നു. എന്നെ നോമിനേറ്റഡ് സെനറ്റ് മെമ്പറായിട്ട് അന്ന് നോമിനേറ്റ് ചെയ്തു. ഞാൻ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി പറഞ്ഞു എനിക്ക് നോമിനേഷൻ വേണ്ട. 3 തവണ ജയിച്ചു വന്ന ഒരാളെ നിങ്ങൾ എന്തിനാ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നത്? ഇത്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഒരൊറ്റയാനായി പോലും പലപ്പോഴും ഉണ്ണികൃഷ്ണ സാറിന്റെ നിലപാടിൽ അദ്ദേഹം ഒരിക്കലും മാറ്റം വരുത്താൻ അദ്ദേഹം കക്ഷി രാഷ്ട്രീയത്തിന്റെയോ ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിന്റെയോ ഉള്ളുത്തുകാരനായി മാറിയിട്ടുമില്ല. പക്ഷെ തന്റെ നീതിബോധം തന്നിൽ അന്തർലീനമായ സർഗശക്തിയിലൂടെ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഇന്ന് അംഗീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് വൈകി വന്ന അംഗീകാരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇപ്പോഴും എന്നിട്ടും എല്ലാവരും ചെയ്യുന്നുണ്ടോ? യൂണിവേഴ്സിറ്റിക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല. സാഹിത്യ രംഗത്ത് ഞാനൊരു ഉദാഹരണം, എൻ്റെ കാര്യം പറയുന്നത് ശരിയല്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ എനിക്കൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മുടെ നാടിൻ്റെ ഇപ്പം വാസ്തവത്തിൽ ഈ കാന്തല്ലൂർ ശാല ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങളെ കുറിച്ച് പഠനം നടക്കാതെ പോയ ഒരു നാട്. ബീഹാറില് അവിടുത്തെ ഞാൻ ഈ അടുത്ത കാലത്ത് പോയപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയെ കണ്ടു, ഗവർണറെ കണ്ടു. അവിടെ നിയമം ഉണ്ടാക്കിയിട്ടവര് നഷ്ടപ്പെട്ടു പോയ ആ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ആവതെല്ലാം ചെയ്യുകയാണ്. കാന്തല്ലൂർ ശാലയിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പഠിക്കാൻ വന്നിരുന്നാണ് തിരുവനന്തപുരത്തെ കാന്തല്ലൂർ ശാല. അതുപോലെ തീ വെച്ച് നശിപ്പിച്ചതാരെന്നുള്ള ചോദ്യത്തിന് വിദേശികളൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഓരോ തലത്തിലും ഇപ്പൊ ആദിശങ്കരനെ കുറിച്ചുള്ള കേരളത്തിലെ ചില പുസ്തകങ്ങളുണ്ട്. ബുദ്ധമതത്തെ ഇല്ലാതാക്കാനായിട്ടാണ് അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര നടത്തിയത്. അത് ഹിന്ദുമതത്തെ സംരക്ഷിക്കാമെന്നുള്ളത് ഏതാണ്ട് ജൈത്രകാരന്മാരെല്ലാം ആ ഒരു ചൂടിലാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത്. ഞാനൊരു 3 മാസം മുമ്പ് അവിടുത്തെ ഗവർണർ വിളിച്ചിട്ട് അവിടെ പോയപ്പോ ബോധഗയയിൽ ചെന്നപ്പോൾ അതിന്റെ ഏറ്റവും ബുദ്ധിസ്റ്റുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന അവര് സംരക്ഷിക്കുന്ന ക്ഷേത്രമാണ്. അത് കമ്മിറ്റി പോലും അങ്ങനെയാണ്. അവിടെ പണത്തിനൊന്നും ഒരു ദാരിദ്ര്യമില്ല. എല്ലാ രാജ്യങ്ങളും 21 രാജ്യങ്ങളുടെ സഹായമുണ്ട്. അവർ വരുന്നു. അവിടെ ബുദ്ധന്റെ ഏറ്റവും വലിയ വിഗ്രഹം പ്രതിമ കാണാൻ സാധിക്കും. തൊട്ട് താഴെ ഞാൻ അവിടെ ഇങ്ങനെ ഈ ഗവർണർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം ചോദിക്കുകയൊക്കെ ചെയ്യാമല്ലോ. എല്ലാം ഞങ്ങൾക്ക് കിട്ടേണ്ട അർഹതയ്ക്ക് അപ്പോഴുള്ള അംഗീകാരം അവിടെയൊക്കെ കമ്മിറ്റി സ്വാമിമാരൊക്കെ തന്നു. നോക്കുമ്പോൾ അവിടെ ഒരു ശിവലിംഗമുണ്ട്. ആ ശിവലിംഗ പ്രതിഷ്ഠ നിത്യപൂജ നടത്തുന്നതാണ്. അപ്പൊ എൻ്റെ ഒരു കൗതുകം കൊണ്ട് ഞാൻ ചോദിച്ചു ഇത് ആരാ? അപ്പൊ അവിടെ ഒരു പണ്ഡിറ്റ് അദ്ദേഹം എവിടെയാണെന്നുള്ളത് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഭാഗ്യത്തിന് ആ സമയത്ത് അവിടെ പൂജ കഴിഞ്ഞിട്ടുള്ളത് പോയില്ല, ഓഫീസിലിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ആദിശങ്കരൻ 8-ാം നൂറ്റാണ്ടിൽ ബോധഗയയുടെ അവിടെ വന്ന ശേഷം ഇവരുടെ ആ നമ്പൂരി കുടുംബത്തിൽ, പണ്ഡിറ്റിന്റെ കുടുംബത്തിൽ താമസിച്ചു. അവിടെ ചെറിയൊരു സെന്റർ ഉണ്ട്. അത് ഈ ഗയ ഡിസ്ട്രിക്ട് തന്നെയാണ്. അദ്ദേഹം ഇൻസ്ട്രക്ട് ചെയ്തു തന്ത്രശാസ്ത്രപരമായി ഈ ബുദ്ധക്ഷേത്രം തകർക്കാനുള്ള ശ്രമം നടക്കുകയാണ്. 3 തവണ ശ്രമം നടന്നു. അവിടെ അമ്മമാരും സഹോദരിമാരുള്ള പേര് ഞാൻ പറയാം. അശോക ചക്രവർത്തി ഈ വൃക്ഷത്തിന്റെ തണൽ പോയി രാവും പകലും ഒക്കെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയാണ്. ഭർത്താവിനെ കിട്ടുന്നില്ല, എനിക്കൊരാവശ്യത്തിന് കിട്ടുന്നില്ല. അതുകൊണ്ട് അവരുടെ ഗൂഢാലോചന നടത്തി ചില ആളുകളെയൊക്കെ അയച്ചിട്ട് ഈ വൃക്ഷത്തിന്റെ അടിവേരുകൾ മാന്തി കത്തിച്ച് നശിപ്പിച്ചു എന്ന് പറയുന്നത്. ഇതെല്ലാം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആദിശങ്കരൻ ഈ പൂജ വഴി ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുക. ആ പൂജയാണ് ഇപ്പോഴും നടക്കുന്നത്. പക്ഷെ കേരളത്തിലെ നമ്മുടെ സാഹിത്യകാരന്മാരും മറ്റൊരു എഴുതുന്ന എല്ലാം ബുദ്ധിസ്റ്റായിരുന്നു. ആ ബുദ്ധിസത്തിന് തകർക്കാൻ വേണ്ടിയിട്ട് ആദിശങ്കരൻ പോയി എന്നുള്ള തിയറി
ഇപ്പോഴും ശക്തമായുള്ള പുസ്തകങ്ങൾ, ഈ അടുത്ത കാലത്തൊരു പുസ്തകം ഞാൻ വായിക്കാനിടയായി. അതുകൊണ്ട് നമുക്ക് വലിയൊരു പങ്കുണ്ട്. അദ്ദേഹം റിട്ടയർ ചെയ്യല്ല. ഈ അടുത്തൂടെന്നുള്ള പ്രയോഗം തന്നെ ഇങ്ങനെയുള്ള പ്രതിഭകളായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബാധകമാക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഇന്ന് ഞാനൊക്കെ വക്കീലായിരുന്നു, ഇപ്പോൾ ഗവർണർഷിപ്പ് കഴിഞ്ഞാലും ഗവർണർക്ക് പെൻഷനില്ല. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് വന്നാൽ എങ്ങനെ ജീവിക്കും എന്നുള്ള ചോദ്യമാണ്. പക്ഷെ ഇവർക്കില്ല. ഇപ്പോഴത്തെ എൻ്റെ ബ്രദർ ഒരു സെൻട്രൽ പോലീസിലെ DG റാങ്കിൽ റിട്ടയർ ചെയ്തതാണ്. ആ പുള്ളിക്കാരന് കിട്ടുന്നത് 1.5 ലക്ഷം രൂപ പെൻഷനായിട്ട് കിട്ടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു വക്കീൽ പണിക്ക് പോയി എൻ്റെ ജീവിതം ഇങ്ങനായി പോയില്ലേ ഈശ്വരാന്ന് ആലോചിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് കുട്ടികൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോഴാണ് മോൻ സയൻറ്റിസ്റ്റാണ്, മോള് അമേരിക്കയിലാണ് എന്നൊക്കെ പറഞ്ഞത്. എല്ലാം കൊണ്ടും കൂടെ സംതൃപ്തനാണ്. ഇനി അങ്ങീ സന്ദേശം ഏറ്റെടുക്കുക. റിട്ടയർമെന്റ് അല്ല, ഇത് തുടക്കമാണ്. ഇവിടെ ഞാൻ കണ്ടപ്പോഴും പറഞ്ഞു തിരിച്ചുവരവാ, തിരിച്ചെടുക്കലാണ്. തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു തിരിച്ചെടുക്കലാണ്. പാർലമെന്റിലേക്ക് പോയപ്പോൾ പാർലമെന്റ് അത് എൻ്റെ ചുവട് പടികളിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്തിട്ട് ഭരണഘടന എൻ്റെ വേദപുസ്തകമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചെടുക്കും. ഈ തിരിച്ചെടുക്കൽ പ്രക്രിയ എല്ലായിടത്തും നടക്കുന്നു. രാജനീതി രംഗം മാത്രം ഞാൻ പറയുന്നില്ല, അത് പറയുന്നത് ശരിയല്ല. ബാക്കി എല്ലാ മേഖലകളിലും നടക്കുകയാണ്. ആ തിരിച്ചെടുക്കലിൻ്റെ പ്രക്രിയയിൽ ഒരുപാട് സംഭാവന അർപ്പിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഏതെങ്കിലും എ പാർട്ടിയോ ബി പാർട്ടിയോ സി പാർട്ടിയോ അല്ല. പക്ഷെ ഇതിലൂടെ ഇതെല്ലാം നിലനിൽക്കുള്ളൂ. ഇതിനാണ് പെർമനന്റായിട്ട് നിലനിൽക്കുക. ഈ പുസ്തകങ്ങളും ഇത്തരം കാര്യങ്ങളുമാണ്. ഇപ്പൊ ഷേക്സ്പിയറെ പറ്റി അറിയാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഞാൻ ആ പേര് പറഞ്ഞാൽ കേട്ടിട്ടില്ല. ഷേക്സ്പിയർ എന്ന് പറഞ്ഞാൽ പേര് കേട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ കൈവക്കില്ല, എല്ലാവർക്കും അറിയാം. ഷേക്സ്പിയറുടെ കാലത്തെ ഭരണാധിപനെ കുറിച്ച് കല്ല് വിളർക്കുന്ന കൽപ്പനകൾ പുറപ്പെടുവിച്ച എല്ലാ അധികാരവുമുള്ള അധികാരി പവർ ആ രാജാവ് ആരാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് പറയാൻ പറ്റും? അപ്പൊ ശാശ്വതമായ നിലനിൽപ്പ് തലമുറകളിലൂടെ പുസ്തകങ്ങൾക്കാണ്, വിജ്ഞാനത്തിനാണ്. യൂറോപ്പ് അന്ധകാലത്തിൽ കിടന്നപ്പോൾ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായതുകൊണ്ടാണ് അകത്തയിലേക്കൊക്കെ വന്നത്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ കാന്തല്ലൂർ ശാലയ്ക്ക് പ്രാധാന്യമുണ്ട്. എനിക്കറിയില്ല നമ്മുടെ യൂണിവേഴ്സിറ്റി ഒക്കെ അതെന്ത് ചെയ്തു എനിക്കറിയില്ല. അവിടെ ഈ ലൈബ്രറികൾ കത്തിക്കുക. ഖിൽജി ചെയ്തതും അത് തന്നെയാണ്. ഈ അവിടെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളും ഗ്രന്ഥപ്പുരകളെല്ലാം തീ വെച്ച് മാസങ്ങളോളം ആ തീ കത്തി എന്നാ പറയുന്നത്. അങ്ങനെയാണ് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചത്. അതിനെ അതിജീവിച്ചു. ഞാൻ ദീർഘമായി ഒന്നിലേക്ക് പോകുന്നില്ല, ഒരുപാട് സമയം ഇപ്പം തന്നെ എടുത്തു. എനിക്ക് ആലപ്പുഴയിൽ 2 മണിക്കൊരു പരിപാടിക്ക് എത്തേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ തിരിച്ചുവരവ് തടയാൻ സാധിക്കില്ല. 2014 യോഗയെ പറ്റി പറഞ്ഞപ്പോൾ ഇന്ത്യയോട് സ്നേഹമുള്ളത് കൊണ്ട് 10-13 രാജ്യങ്ങൾ മാത്രം അർദ്ധസമ്മതത്തോടുകൂടി അവരതിനെ എതിർക്കാതിരുന്നു, അല്ലെങ്കിൽ അനുകൂലികളായി. പക്ഷെ ഇന്ന് 200 രാജ്യങ്ങളിലെ 160 രാജ്യങ്ങളിൽ യോഗ ശാസ്ത്ര വിഷയമായി തന്നെ, ശാസ്ത്ര നേട്ടമായി തന്നെ അംഗീകരിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടന അതുപോലെ ചെയ്യുന്നു. അതുപോലെ യുഎന്നിന്റെ ഏറ്റവും ഒടുവിലത്തെ പഠനം സാറിനെ സൂചിപ്പിച്ചു. യുനെസ്കോയുടെ പദ്ധതി പ്രകാരം നടത്തിയ പഠനത്തിലാണ് 7000-ഓളം ലോക്കൽ ലാംഗ്വേജ് ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അസ്തപ്രജ്ഞമാകുന്നു. പക്ഷെ പഠനം നടത്തിയ ശേഷം അവർ കണ്ടെത്തിയിരിക്കുന്നു, മാതൃഭാഷയിലൂടെ ഒരു വിദ്യാർത്ഥിയിലേക്ക് ആശയങ്ങളും വിജ്ഞാനങ്ങളും കടത്തിവിടുമ്പോൾ അതാണ് അഭികാമ്യമായിട്ടുള്ളത്. അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്നു, കൂടുതൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ അതിന് പ്രാധാന്യം കൊടുക്കുകയും എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും 4-5 എണ്ണമായി കൊടുത്തു. അത് ആ കരിക്കുലം എല്ലാം അതിനനുസരിച്ച് ആ ഭാഷയിലാക്കിയിട്ടുള്ള പ്രക്രിയ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയൊക്കെ പാണ്ഡിത്യമുള്ളത് കൊണ്ട് അദ്ദേഹം ഉയരങ്ങളിലാണ്. പക്ഷെ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ ഒരിക്കലും അദ്ദേഹം വിസ്മരിക്കാറില്ല. ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ പൂർണ്ണമായും സംശീകരിച്ചും അതിൽ പിടിച്ചു നിൽക്കുകയും ചെയ്തുകൊണ്ട് ഉയരങ്ങളിൽ പോകുന്ന മഹത് വ്യക്തിത്വമായിട്ടാണ് ഞാൻ ഉണ്ണികൃഷ്ണൻ സാറിനെ കാണുന്നത്. അത്തരം ആളുകളുടെ എണ്ണം കൂടട്ടെ. നമ്മുടെ കേരളവും
നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇന്നത്തെ തിരിച്ചുവരവിൻ്റെ പാതയിലെ സമസ്ത മേഖലകളിലും തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ആ പാതയെ ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ മഹിതം സുഹൃതം എന്ന പരിപാടി ഔപചാരികമായി തുടക്കം കുറിച്ചതായി എല്ലാവരെയും അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.